ലോ അക്കാദമിക്ക് മുന്നിൽ കെ മുരളീധരൻ എം.എൽ.എ ഇന്ന് മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കും. കെ.എസ്.യു അടക്കമുള്ള ഒരു വിഭാഗം വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാണ് സമരം നടത്തുക. ലക്ഷ്മി നായർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ABVP ഇന്ന് സംസ്ഥാന വ്യാപകമായി പട്ടിപ്പ് മുടക്കി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേരുന്നുണ്ട്. ജിതിൻ, വിവരങ്ങൾ. 11 മണിയോടുകൂടിയാണ് കെ മുരളീധരൻ എം.എൽ.എ ലോ അക്കാദമിക്ക് മുന്നിൽ നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുന്നത്. വിദ്യാർത്ഥികൾ ഏറെ ദിവസമായി ലോ അക്കാദമിക്ക് മുന്നിൽ സമരത്തിലാണ്. ഈ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് കെ മുരളീധരൻ എം.എൽ.എ ഇന്ന് നിരാഹാര സമരം ആരംഭിക്കുന്നത്. കോൺഗ്രസിൽ ലോ അക്കാദമി വിഷയത്തിൽ ഒരു ഭിന്നത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മുരളീധരൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. പ്രത്യേകിച്ചും ലോ അക്കാദമിക്കെതിരെ പ്രമേയം ചർച്ച ചെയ്ത സിൻഡിക്കേറ്റ് യോഗത്തിൽ പ്രമേയത്തിന്റെ വോട്ടെടുപ്പിൽ നിന്ന് എ ഗ്രൂപ്പ് അംഗം KS ഗോപകുമാർ വിട്ടുനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിലൊരു ഭിന്നത കോൺഗ്രസിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കെ മുരളീധരൻ തന്റെ മണ്ഡലത്തിലുള്ള കോളേജ് കൂടിയാണ് ലോ അക്കാദമി. അതുകൊണ്ടാണ് കെ മുരളീധരൻ ഇവിടെ നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുന്നത്. ഒപ്പം തന്നെ BJP നേതാവ് VV രാജേഷും ലോ അക്കാദമിക്ക് മുന്നിൽ നിരാഹാര സമരം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം വരെ സമരം ചെയ്തിരുന്ന V മുരളീധരനെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഇന്നലെ രാത്രി ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. തുടർന്നാണ് VV രാജേഷ് നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത്. ഒപ്പം SFI ഒഴികെയുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ കൂട്ടായ്മയായ വിദ്യാർത്ഥി ഐക്യം നടത്തുന്ന സമരം ഇന്ന് 23ാം ദിവസത്തിലേക്കും കടന്നിരിക്കുകയാണ്. ഒപ്പം ഇന്ന് ABVPയുടെ പഠിപ്പ് മുടക്കം നടക്കുന്നു. അതുകൊണ്ട് തന്നെ ലോ അക്കാദമി ഇതുവരെ ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല, ക്ലാസ് ആരംഭിച്ചിട്ടില്ല. വിദ്യാർത്ഥികളൊന്നും തന്നെ അക്കാദമിയിൽ എത്തിച്ചേർന്നിട്ടുമില്ല. ഇത്തരത്തിലാണ് ലോ അക്കാദമിക്ക് മുന്നിലുള്ള സമരം പുരോഗമിക്കുന്നത്. അതേസമയം തന്നെ ഇന്ന് ഈ ലോ അക്കാദമി വിഷയത്തിൽ ABVPയും KSUവും സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും നടത്തുന്നുണ്ട്. 11:30 ഈ രണ്ട് സംഘടനകളുടെയും പ്രതിഷേധ മാർച്ച് സെക്രട്ടേറിയറ്റിലേക്ക് ഉണ്ടാവുക. എന്തായാലും ഇന്ന് കെ മുരളീധരൻ കൂടെ നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുന്നതോടെ സമരം മറ്റൊരു തലത്തിലേക്ക് മാറുമോ എന്നതാണ് അറിയാൻ. ജിതിൻ, ഒപ്പം തന്നെ ആദ്യം മുതൽക്കേ തന്നെ ഈ ഒരു വിഷയത്തിൽ മറ്റ് സംഘടനകൾ സ്വീകരിക്കുന്ന ഒരു നിലപാട് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ആവശ്യം മാനേജ്മെന്റ് അംഗീകരിച്ചിരിക്കുന്നു. പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ലക്ഷ്മി നായരെ മാറ്റി നിർത്തിയിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലും മറ്റ് സംഘടനകൾ, പ്രത്യേകിച്ച് ABVP, ഇപ്പോൾ BJP ആ സമരം തുടരുന്ന ഒരു പശ്ചാത്തലം, ഇത്തരം വിഷയങ്ങളൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത്, പ്രത്യേകിച്ച് ക്ലാസ് തുടങ്ങിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടി? തീർച്ചയായും സൗമ്യ, ഇത് തന്നെയാണ് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായി ഇപ്പോൾ സമരക്കാർക്ക് മുമ്പിൽ ഉള്ളത്. അതായത് രാജി എന്ന പ്രധാനപ്പെട്ട ആവശ്യം, അല്ലെങ്കിൽ 5 വർഷത്തേക്ക് പ്രിൻസിപ്പൽ മാറി നിൽക്കുക എന്നതോടുകൂടി രാജി എന്ന ആവശ്യത്തിന് ഇനി പ്രസക്തിയില്ലാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും ഈ വിദ്യാർത്ഥികളും ഒപ്പം സമരം ഏറ്റെടുത്ത BJPയും ഇപ്പോൾ ഏറ്റെടുക്കാനിരിക്കുന്ന കോൺഗ്രസും അവരുടെയും പ്രധാന ആവശ്യം ലക്ഷ്മി നായർ പ്രിൻസിപ്പൽ സ്ഥാനം രാജിവെക്കുക എന്നതാണ്. എന്നാൽ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ലക്ഷ്മി നായരെ മാനേജ്മെന്റ് മാറ്റിയതോടുകൂടി ഇനി രാജി എന്ന ആവശ്യത്തിന് പ്രസക്തിയില്ലാതെ ആയിരിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് എത്തരത്തിലായിരിക്കും ഈ സമരം മുന്നോട്ട് പോവുക, സമരം എങ്ങനെ അവസാനിപ്പിക്കും എന്നത് സംബന്ധിച്ച് സമരക്കാർക്കുള്ളിൽ തന്നെ വലിയ ചോദ്യങ്ങളാണ്, ഒരു അനിശ്ചിതത്വമാണ് ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നത്. എന്തായാലും ഈ പ്രധാന സംഘടനകൾ BJPയും കോൺഗ്രസും തന്നെ ഇപ്പോൾ സമരമുഖത്ത് സജീവമാകുമ്പോൾ അത് എങ്ങനെയായിരിക്കും ഈ സമരത്തിന്റെ മുന്നോട്ട് പോക്ക്, എങ്ങനെയായിരിക്കും സമരം ഇവർ അവസാനിപ്പിക്കുക എന്ന കാര്യങ്ങളെല്ലാം തന്നെ വലിയ ചോദ്യമായി മുന്നിൽ നിലനിൽക്കുകയാണ്. അതേസമയം തന്നെ അക്കാദമിയിൽ ഇന്ന് ക്ലാസ് ആരംഭിക്കേണ്ടിയിരുന്നു. ഇന്ന് ABVPയുടെ പഠിപ്പ് മുടക്കായതിനാൽ ഇന്ന് ക്ലാസ് നടക്കുന്നില്ലെങ്കിലും വരും ദിവസങ്ങളിൽ, നാളെയോ അല്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ചയോടുകൂടി എന്തായാലും ക്ലാസുകൾ സാധാരണഗതിയിലേക്ക് നീങ്ങും എന്നതാണ് നമുക്ക് പ്രതീക്ഷിക്കാനാവുക. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ സമരം മുന്നോട്ട് പോവുക എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം. ഇപ്പോൾ തന്നെ ഇന്ന് സമരം 23ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്ന സാഹചര്യവുമുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഒട്ടേറെ ദിവസങ്ങളിലെ ക്ലാസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒട്ടേറെ ദിവസങ്ങളിൽ അവർ സമരമുഖത്ത് സജീവമായിരിക്കുന്നു. ഒപ്പം പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം തന്നെ എല്ലാ ആവശ്യങ്ങളും നേടി വിദ്യാർത്ഥികൾക്ക് മാനേജ്മെന്റ് അക്കാര്യങ്ങളിലെല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് മാനേജ്മെന്റ് ഉറപ്പ് നൽകിയിരിക്കുന്നു. പ്രിൻസിപ്പളെ മാറ്റാമെന്നും മാനേജ്മെന്റ് ഉറപ്പ് നൽകിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ പ്രിൻസിപ്പളുടെ രാജി ആവശ്യപ്പെട്ട് ഇനിയും സമരം തുടരുമ്പോൾ ആ സമരത്തിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ അത് എങ്ങനെയായിരിക്കും ഇനി അത് ഫലപ്രാപ്തിയിൽ എത്തുക എന്നതാണ് അറിയേണ്ടിയിരിക്കുന്ന കാര്യം. ജിതിനാണ് വിവരങ്ങൾ നൽകിയത്.